പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളായി ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്, ദൈവവചനമാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന്. എസ്കേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് 16:18-20 പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇവിടെ നാം ദൈവവചനം പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം നശിച്ചു പോയാലും അല്ലെങ്കിൽ നിത്യം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അവന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് നമ്മുടെ ഈ ശരീരമെങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ ദ്രവിച്ചു പോകും. അല്ലേലിയ. എന്നാൽ ഒരിക്കലും ദ്രവിച്ചു പോകാതെ, പുഴുവരിച്ചു പോകാതെ, കൃമിക്കിരയായി തീരാതെ നിലനിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. പ്രൈസലോ. ആത്മാവ് വിലയേറിയതാണ്. നമ്മുടെ ആത്മാവ് വിലയേറിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ വഴി ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം നമ്മൾ വായിക്കുന്നത്. പ്രൈസലോ. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നാം മരിച്ചതിന് സമാനമാണ്. അല്ലേരിയ. ആ മനുഷ്യൻ മരിച്ചതുപോലെയാണ് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. അല്ലേരിയ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ വില നാം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപാവരം ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. ഈ ലോകം എന്ന് പറയുന്നത് പാപത്തിൽ അടിമപ്പെട്ട ലോകമാണ്. പാപം കൊണ്ട് നിറയപ്പെട്ട ലോകമാണ്. അതിന്റെ നടുവിൽ ദൈവം നമ്മെ ആത്മാവിൽ നിറച്ചിവിടെ ആക്കിയിരിക്കുമ്പോൾ നാം പാപ സ്വഭാവത്തിന് അടിമപ്പെടാതെ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ആലോചന അറിയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ റോമാലേഖനമൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12-21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തുകയില്ലെന്നാണ്. വിശ്വാസിയുടെ ജീവിതത്തിലാണ് പാപം കർത്തൃത്വം നടത്താതെ. അല്ലേ? അപ്പൊ അതുകൊണ്ട് പാപം വാഴാൻ അതിനെ ക്ഷണിക്കുന്നവനായി നിങ്ങൾ തീരരുത്. യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തി പാപം ചെയ്യുകയില്ല. പാപം വാഴാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുക, അവർ പാപം ചെയ്യുന്നുണ്ടല്ലോ, അവർ പാപത്തിനാണല്ലോ, അവരും വിശുദ്ധന്മാരാണല്ലോ എന്ന് പറയും. പക്ഷെ വിശുദ്ധന്മാര് പാപം ചെയ്യില്ല. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പാപം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിന്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവനാ. ഹല്ലേലൂയ. അപ്പം പാപം ഒരിക്കൽ നമ്മുടെ ശരീരത്തെ മരണത്തിന് അധീനമാക്കി. ഒരു കാലഘട്ടം നമ്മുടെ ശരീരത്തെ പാപം മരണത്തിന് അധീനമാക്കിയിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇനി പാപത്തെ അനുസരിക്കരുത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞകാല ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തെ പാപത്തിന് അടിമയാക്കി, പാപത്തിന് അധീനമാക്കി ജീവിച്ച് നാം കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത് എന്ന് പറയുന്നത്. അപ്പൊ ആ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലായിരിക്കുന്ന ദൈവഭക്തന്മാർ എന്ത് ചെയ്യണം? പാപത്തെ അനുസരിക്കാതെ ദൈവത്തെ അനുസരിക്കണം, വചനത്തെ അനുസരിക്കണം. അപ്പം ദൈവത്തിന് സമർപ്പിച്ച അവയവങ്ങളെ ഇനി പാപത്തിന് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതാ, പിന്നെ എങ്ങനെ നമ്മെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസലോ. അതൊരു ചോദ്യചിഹ്നമാണ്. ലോകത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്.
എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ പാപത്തിന് അടിമയാക്കി ജീവിച്ചു, എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചു. വീണ്ടും നിങ്ങൾ പാപത്തെ അനുസരിക്കരുത്. അല്ലേ? പാപത്തെ അനുസരിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതാണ്, യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചതാണ്. പക്ഷെ ഇനി നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് പാപത്തിൽ നാം വിടുതൽ പ്രാപിക്കണം. ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ കാലഘട്ടമാണ് ഇനിയും വരുന്നത്. ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. ആ അത്ഭുതത്തെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽക്കണമെങ്കിൽ, നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടണം. പാപമില്ലാതെ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അവയവങ്ങളെ ക്രിസ്തുവിന് സമർപ്പിച്ച് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സത്യമായി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലേ? അപ്പം പാപത്തിൽ നിന്ന് മോചനം ആവശ്യമാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 21:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിക്കുന്ന 21:3 അല്ലെ, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇത് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കുമെന്ന് യോഹന്നാൻ കാണുന്ന ദർശനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം. അപ്പം ദൈവത്തിന്റെ അഭിലാഷമായിരുന്നു മനുഷ്യരുടെ കൂടെ വസിക്കുക എന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ സദൃശവാക്യം 8:21 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഏതൊരു ദിവസവും ദൈവം ഇറങ്ങി വരികയും ആദാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നുവെന്ന് അല്ലേലിയ ഉൽപ്പത്തി പുസ്തകം അല്ലേലിയ നമ്മൾ വായിക്കും 3:8 വായിക്കുന്നുണ്ട്. എന്നാൽ പാപം പ്രവേശിച്ചതോടെ അതിന് വിഘ്നം നേരിട്ടു. അല്ലേലിയ. ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പ്രവർത്തിച്ചതുകൊണ്ട് അല്ലേലിയ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന ദൈവം പറയുന്നത്. അല്ലേലിയ. പാപം നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് ദൈവം നമ്മൾ നടന്നു പോകും. വീണ്ടും നാം ദൈവത്തിനം വായിക്കുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അല്ലേലിയ, സ്തോത്രം, എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു എന്ന് പുറപ്പാട് പുസ്തകം 25:8 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലേലിയ. അപ്പൊ സമാഗമന കൂടാരവും ശലോമോൻ പണിത ദൈവാലയവും മനുഷ്യരുള്ള ദൈവത്തിന്റെ കൂട്ടായ്മയുടെ സ്ഥാനങ്ങളായിരുന്നു. മോശയിലൂടെ ദൈവം പണിത സമാഗമന കൂടാരം, ശലോമോൻ പണിത ദൈവാലയം മനുഷ്യരോടൊപ്പം ദൈവം വസിക്കുവാനുള്ള കൂട്ടായ്മയുടെ ഒരു ആലയമായിരുന്നു. മരുപ്രഭയാണ് കഴിഞ്ഞ ഇസ്രായേലും ദൈവം ഒരുമിച്ച് വസിക്കുന്നതിന്റെ നിഴലായിരുന്നു കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകത്തിൽ 23 അധ്യായം 33-34 വാക്യങ്ങൾ വായിക്കാനുണ്ട്. ആ നിഴൽ ഇവിടെ യാഥാർത്ഥ്യമായി തീരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യം 21:3. പഴയ നിയമത്തിൽ നിഴലായി നിന്നത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പം പൊരുളായി തീർന്ന് ക്രിസ്തു നമ്മുടെ ഇടയിൽ വസിപ്പാൻ, നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സമാഗമന കൂടാരത്തിലും ശലോമോൻ പണിത ആലയത്തിലും വസിപ്പാൻ ആഗ്രഹിച്ച കർത്താവ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവിടെ സ്നേഹിതം, നിന്റെ ഹൃദയം പാപത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് നീ നിന്നെ കൊടുക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ദൈവമക്കൾ വിശുദ്ധിയുടെ പ്രമാണം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ദൈവം നമ്മുടെ ഇടയിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ ആത്മാവാകുന്നു ദൈവത്തിന്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. ഓരോ മനുഷ്യനും ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആണ് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു,
1 കൊരിന്ത്യർ ലേഖനം 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ ദൈവം വസിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് നമ്മെ ഓരോരുത്തരും. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന് ശേഷം നാം പാപം ചെയ്യുമ്പോൾ നമ്മെ ദൈവം നശിപ്പിക്കും എന്നവിടെ കാണുന്നത്. ദൈവത്തിന് നമ്മെ മന്ദിരം നശിപ്പിക്കും, ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അപ്പം വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന്റെ ശരീരം, അവന്റെ ഹൃദയം, മനസ്സ്, ചിന്തകളെല്ലാം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിന്റെ ശമ്പളം മരണം. നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. ഈ ലോകത്തിൽ മനുഷ്യൻ വിവിധ ജോലികളാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ വിവിധ ഇനത്തിൽ വിവിധ തലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. മനുഷ്യൻ ഭൂമി വേല ചെയ്യണമെന്നാണ് ദൈവം ആദാമിനോട് തന്നെ കൽപ്പിച്ചത്. അങ്ങനെ വേല ചെയ്ത് ജീവിക്കുവാൻ ഉപജീവന മാർഗത്തിന് ജോലി ചെയ്യുന്നവർക്കെല്ലാം ശമ്പളമുണ്ട്. അല്ലേ? നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ മാന്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ, ആ തൊഴിൽ മാന്യമാണെങ്കിൽ അതിന് ശമ്പളം അതിന്റെ ഉടയവൻ തരും. നിങ്ങളെ ജോലിക്ക് ക്ഷണിക്കുന്നവൻ, നിങ്ങളെ ജോലിക്ക് നിർത്തുന്നവൻ നിങ്ങൾ ചെയ്ത ജോലിയുടെ മാന്യതയ്ക്കനുസരിച്ച് ശമ്പളം തരും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മാന്യതയില്ലാത്ത ജോലിയുണ്ട്. ഹല്ലേലൂയ. മാന്യതയില്ലാത്ത ജോലിയാണ് പാപം എന്ന് പറയുന്ന ജോലി. ഹല്ലേലൂയ. പാപം എന്ന ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ശമ്പളം മരണമാണ്. ഉദാഹരണം പറയുമ്പോൾ, നിങ്ങൾ മദ്യപിക്കുന്നു, പാപമാണ്. നിങ്ങൾ വ്യഭിചരിക്കുന്നു, പാപമാണ്. നിങ്ങൾ പിടിച്ചുപറിക്കുന്നു, പാപമാണ്. നിങ്ങൾ മോഷ്ടിക്കുന്നു, പാപമാണ്. നിങ്ങൾ കള്ളസത്യം പറയുന്നു, പാപമാണ്. നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ അടിമയാകുന്നു, പാപമാണ്. നിങ്ങൾ തീവ്രവാദത്തിന്, ഭീകരവാദത്തിന്, വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു, പാപമാണ്. നിങ്ങൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നു, പാപമാണ്. നിങ്ങൾ മനുഷ്യനെ കുരുതി കഴിക്കുന്നു, ബലി കൊടുക്കുന്നു, പാപമാണ്. നിങ്ങൾ ക്ഷുദ്രങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചെയ്യുന്നു, അതും പാപമാണ്. അതിന്റെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. അപ്പം മരണസമാനമായ അനുഭവത്തിൽ നീ ജീവിക്കാതെ നീ വീണ്ടെടുപ്പ് പ്രാപിക്കണം. ദൈവഹിതമല്ലാതെ ചെയ്യുന്നതെല്ലാം പാപമാണ്. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. മാന്യതയില്ലാത്ത ജോലിയാണ് ഹല്ലേലൂയ പാപം എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നത് ഒരിക്കലും മാന്യതയില്ല. മദ്യപിക്കുന്നത് മാന്യതയല്ല, പിടിച്ചു പറിക്കുന്നത് മാന്യതയല്ല, വ്യഭിചരിക്കുന്നത് മാന്യതയല്ല, കള്ളസത്യം ചെയ്യുന്നത് മാന്യതയല്ല, മോഷ്ടിക്കുന്നത് മാന്യതയല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ, മാന്യതയുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവം എന്നെയും നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ഇമ്പങ്ങൾക്ക് വേണ്ടി നിന്റെ ശരീരത്തെ പാപത്തിനടിമപ്പെടുത്തി കൊടുത്താൽ ദൈവത്തിന്റെ ന്യായവിധി നാളിൽ നീ കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് ഒളിച്ചോടാൻ കഴിയും. ആമീൻ. പല മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആമീൻ. അർദ്ധരാത്രി സമയത്തും വെളുപ്പാങ്കാലത്തും ഹല്ലേലൂയ ഒളിഞ്ഞും പതിഞ്ഞും പതുങ്ങിയും ഹല്ലേലൂയ മനുഷ്യനാരും കാണാതെ ഹല്ലേലൂയ നടക്കുന്നവരുണ്ട്. ആമീൻ. മനുഷ്യൻ കാണുവാൻ കഴിയാത്ത കറുത്ത കോട്ടുകൾ ധരിച്ച് ആമീൻ ഹല്ലേലൂയ റോഡിൽ കൂടെ തപ്പി പാപത്തിന് വേണ്ടി ഓടുന്നവരുണ്ട്. അത് രാത്രിയിലാണെങ്കിൽ പകൽ സമയത്തും മനുഷ്യൻ കാണാതെ ഒളിഞ്ഞും പതിഞ്ഞും ചെന്ന് പാപത്തിന് വേണ്ടിയിട്ട് ആമീൻ ശ്രമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ രാവും പകലുമില്ലാതെ മനുഷ്യൻ പാപത്തിന് വേണ്ടിയിട്ട് വിവിധമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആ മേഖലയിൽ അതിൽ നിന്നും വഞ്ചിച്ചെടുത്ത് അപഹരിച്ചെടുത്ത് നിങ്ങൾ ധനാഢ്യനാകാൻ ശ്രമിക്കുന്നതും മാന്യതയില്ലാത്ത ജോലിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നീ കൈക്കൂലി വാങ്ങുന്നതും മാന്യതയില്ല. ഈ കൈക്കൂലി വാങ്ങുന്നതും മറ്റുള്ളവരെ പിടിച്ചു പറിക്കുന്നതും മാന്യതയല്ല. ആമീൻ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാന്യതയുടെ ജോലി ചെയ്യുവാനായിട്ടാണ് അവർക്ക് അവസരം ലഭിച്ചതെങ്കിലും അവർ എന്തെല്ലാം അഴിമതി, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കൈക്കൂലി തുടങ്ങിയ അക്രമങ്ങൾ ചെയ്ത് മാന്യതയില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു.
അതിന്റെയൊക്കെ ശമ്പളം നിനക്ക് മരണമായി മാറും. ഹല്ലേലൂയ. അപ്പം ദൈവഹിതമല്ലാത്തതെല്ലാം പാപമാണ്. ഹല്ലേലൂയ. അപ്പം മാനമായി ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. അപ്പൊ ഇവിടെ ലോകപ്രകാരം അങ്ങനെ മാന്യതയുള്ള ജോലിയുണ്ടെങ്കിൽ, മാന്യതയില്ലാത്ത ജോലിയുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനോട് നീ ചിന്തിച്ചു നോക്കിക്കേ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവർ ദൈവവചനത്തെ അനുസരിക്കാതെ, ദൈവവചനത്തെ കേൾക്കാതെ, ദൈവനാമത്തെ ദുഷിക്കുന്ന വിധത്തിലുള്ള ജീവിത സ്വഭാവങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ശമ്പളം മരണമായിരിക്കും. അല്ലേരി. ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ലോകത്തിൽ ഭക്തിയുടെ അവസരങ്ങൾ കാണിച്ചുകൊണ്ട്, ഭക്തിയുടെ വാക്കുകൾ സംസാരിച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം കാണിച്ച് നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തെ നീ ഏറ്റുപറയണം. നിന്റെ രഹസ്യ പാപങ്ങളെ, നിന്റെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, നിന്റെ സ്വമേധ പാപങ്ങളെ, നിന്റെ തെറ്റുകളെ നീ ഏറ്റുപറയണം. അല്ലേരിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. ദൈവിക കൂട്ടായ്മയുടെ ബന്ധമാകണം. പാപത്തിൽ നീ ജീവിക്കരുത്. ഹല്ലേലൂയ. അപ്പം ദൈവമായി ഉണ്ടായിരുന്ന കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ പിന്നീട് ശാപകരമായ അനുഭവങ്ങൾ കടന്നു വന്നു. ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഏദൻ തോട്ടം എന്ന് പറയുന്നത് മുള്ളും പറക്കാനെയും കൊണ്ട് നിറയപ്പെട്ടു. ആദം നിലത്തെ അമലരിയെ ജോലി ചെയ്ത് വേർപ്പോടെ ഉപജീവനം കഴിക്കണം. ഹവ്വ മക്കളെ പ്രസവിക്കും, വേദനയോടെ പ്രസവിക്കും. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. അല്ലേരി. അതുകൊണ്ട് മാന്യതയില്ലാത്ത ജോലിയാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പൊ അപമാനകരമായ ജീവിത സാഹചര്യങ്ങൾ, അപമാനകരമായ ജോലികൾ നീ ചെയ്യരുത്. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. അതുകൊണ്ടാണ് വചനം രേഖപ്പെടുത്തുന്ന, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന്. ഈ ലോകത്തെ ജനത്തോട് അനുരൂപപ്പെട്ട് നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതം മുഴുവൻ പാപത്തിൽ ചെന്ന് വീഴും. നീ പാപിയായി നിൽക്കേണ്ടി വരും. നിനക്ക് സമാധാനം കിട്ടാതെ, സന്തോഷം കിട്ടാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നദികളിലൂടെ കടന്നുപോകും. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ 12:2 പറഞ്ഞത്, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്നാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിലനിൽക്കുന്ന നീ അറിഞ്ഞും അറിയാതെയും പാപത്തിൽ വീഴരുത്. ഹല്ലേലൂയ. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ലോർഡ്. നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നത് നിങ്ങളെ ആത്മാവിൽ നിറച്ചത് എന്താണ്? നിന്റെ ശരീരം പാപത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പൗലോസ് നിലവിളിച്ച്, അയ്യോ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന്. അതെ, ജീവിതത്തിനകത്തൊരു നിലവിളിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ പാപ സ്വഭാവങ്ങളെ നീ ഉപേക്ഷിച്ച് ദൈവസനിയില് നിത്യജീവനെ പ്രാപിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ വേദനകളും കണ്ണുനീരുകളും മാറി നിനക്ക് സമാധാന അന്തരീക്ഷം ദൈവം തരും. ഞാനെപ്പോഴും പറയാറില്ലേ, എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ സങ്കടം മാറാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിന്റെ സങ്കടം മാറാത്തത്? എന്തുകൊണ്ട് നിന്റെ ശാരീരികമായി പീഡനം മാറാത്തത്? നിന്റെ മാനസികമായി പീഡനം മാറാത്തത്? നിനക്ക് സമാധാനമില്ലാത്തത്, നിനക്ക് സന്തോഷമില്ലാത്തത്, സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയാത്തത്, നന്നായി ഒന്ന് ചിരിക്കുവാൻ കഴിയാത്തത്, നന്നായി ഒന്ന് ഉറങ്ങുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നന്നായി മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ ശരീരത്തെ ആകെ തളർത്തിക്കളയുന്ന ക്ഷീണങ്ങൾ, നിന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന ക്ഷീണങ്ങൾ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അനുഭവങ്ങൾ, എപ്പോഴും മടിപിടിച്ച് അലസത പിടിക്കുന്ന അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ പാപമാണ്. അല്ലേ? അപ്പം പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാം അലസതയായി മാറും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപാവരം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മൾക്കുണ്ടെങ്കിൽ, ആ വെളിപ്പാട് ദർശനമുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്ന നിത്യജീവൻ നമുക്കുണ്ടെങ്കിൽ, ദൈവം തന്റെ മന്ദിരമായി നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അലസനായി മാറത്തില്ല. നീ ഉത്സാഹമുള്ളവനായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ഹല്ലേലൂയ, നിന്റെ ജീവിതം നീ ക്രിസ്തുവിനായി സമർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് കുഴപ്പമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. രക്തം ചെയ്യും. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, നിങ്ങളുടെ ആത്മാവാകുന്നവന്റെ പ്രാർത്ഥനാ ഭവനം, നിങ്ങളുടെ ആത്മാവാകുന്നു, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ഭവനം നിങ്ങളുടെ ആത്മാവാകുന്നു, നിങ്ങളുടെ ഹൃദയമാകുന്നു അവന്റെ ആദ്യ പരിശുദ്ധ സ്ഥലം. അവിടെയാണ് പത്രോസ് പറയുന്ന മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ എന്ന് 1 പത്രോസിന്റെ ലേഖനം 4:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, മഹത്വത്തിന്റെ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ തന്റെ മന്ദിരമായി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ ശരീരം കൊണ്ട് നീ പാപം ചെയ്യരുത്. നീ വിശുദ്ധ ജീവിതം നയിക്കണം. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഒളിഞ്ഞും മറഞ്ഞും പതുങ്ങിയിരുന്ന് എത്രമാത്രം പാപങ്ങളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. അർദ്ധരാത്രിയിൽ നിനക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സമയമുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ സമയമുണ്ടോ? അതിനൊന്നും നീ സമയം കണ്ടെത്താതെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ അകപ്പെട്ട് ദുർനടപ്പാചരിച്ച് നടക്കുന്ന, ദുർനടപ്പിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, നീ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. നിന്റെ ദുർനടപ്പ് വിട്ട് നീ മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ മരണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ അരാജകത്വത്തിലായിരിക്കും. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കൂട്ടുകാരനെതിരെ ഭോഷ്ക് പറയരുത്, കൂട്ടുകാരനെ അപമാനിക്കരുത്. ആമേ, മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പരിഹാസത്തിന്റെ വാക്കുകൾ പറയരുത്. വീട് തോറും നടന്ന് മെനക്കെട്ട് നടന്ന് അടുത്ത വീട്ടിലെ ചേട്ടന്റെ ചേച്ചിയുടെ മക്കളുടെ കുറ്റം പറഞ്ഞ് നടക്കരുത്. ഹല്ലേലൂയ. നിനക്ക് ലഭിക്കുന്ന സമയം നിന്റെ ഭവനത്തിലേക്ക് അകത്തിരുന്ന് വിശുദ്ധ വചനം വായിച്ച് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ചിലരെയൊക്കെ കാണത്തില്ലേ, സമയം കിട്ടിയാൽ അടുത്ത വീട്ടിലേക്ക് ഇറങ്ങി ഓടും. ഹല്ലേലൂയ. അടുത്ത വീട്ടിൽ ചെന്ന്, അയൽവാസിയുടെ വീട്ടിൽ ചെന്നിരുന്ന് അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കുറ്റം പറഞ്ഞില്ല ചിലർക്ക് ഉറക്കം വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ചിലരൊക്കെ ജീവിക്കുന്നത്. ചിലരൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് വിളിച്ച വീട്ടിൽ കാണത്തില്ല. എവിടെ? അടുത്ത വീട്ടിലാണ്. അടുത്ത വീട്ടിൽ എന്താ ജോലിയാ? കുറ്റം പറച്ചില്ല, പരിഹാസമാണ്. അങ്ങനെയുള്ള എന്റെ സ്നേഹിത, എന്റെ സഹോദര സഹോദരി, നീ ചെയ്യുന്ന ജോലി പാപമാണ്. അല്ലേ? എന്നിട്ട് സഹോദരനെ പകയ്ക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് ചെകഞ്ഞ് അത് ചിരണ്ടി വലുതാക്കി അത് വലിയ വ്രണമാക്കി കൊടുക്കുന്ന അനുഭവം. നീ ചെയ്യുന്നത് കഠിനമായ പാപം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് ദൈവരാജ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവനാണ് ദൈവം വസിക്കുവാൻ ഹൃദയം വിട്ടുകൊടുക്കുന്നവനാണ്. ദൈവം വസിക്കുവാൻ ഈ ശരീരം വിട്ടുകൊടുക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. രക്തം ചെയ്യും. അല്ലാതെ ഒരു പാപിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. പാപിക്ക് ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ് നരകം. ഹല്ലേലൂയ. പാപിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന നരകത്തിന്റെ പണി പണ്ടേ തീർന്നു കിടക്കുക. ദുഷ്ടനായ കായിന്റെ കാലം തൊട്ടേ നരകത്തിന്റെ പണി തീർന്നു കിടക്കുക. എന്നാൽ ദൈവത്തിന്റെ വലിയ പുതിയ യെരൂശലേം, അതിന്റെ പണി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അവിടേക്ക് നിന്നെ ചേർക്കുവാൻ, അവിടേക്ക് നിന്നെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നീ അതിന് തയ്യാറായാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ പാപ സ്വഭാവങ്ങളെ നീ ഉരിഞ്ഞു കളയണം. അപ്പൊ മഹത്വത്തിന്റെ ആത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവെന്ന് പത്രോസ് പറയുന്നു. മാത്രമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നുവെന്ന് ഹല്ലേലൂയ പിതാക്കന്മാർക്കും പൂർവികന്മാർക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം ഹല്ലേലൂയ പൗലോസ് കൊലോസ്യ സഭയോട് പറയുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം പൂർവികന്മാർക്കും മറഞ്ഞിരുന്നതാണ് ആ മർമ്മം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുവാൻ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതന എന്തെന്നറിയിപ്പം ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കും ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സഭയാകുന്ന മർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നതാണ്. പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്ന ഈ മർമ്മത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് പൗലോസിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമീകൃതമായി ഓരോ ദിവസം നമ്മൾ പണിതുകൊണ്ടേയിരിക്കണം. വിശുദ്ധിക്ക് വേണ്ടി പണിയണം. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കറ പറ്റരുത്, നിങ്ങളുടെ മനസ്സിൽ കളങ്കം ഏക്കരുത്. നിങ്ങൾ അശുദ്ധിയുടെ പാതയിലൂടെ പോകരുത്, വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കണമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. എന്നാൽ നമ്മയുടെ വചനം വായിക്കുന്നത് സാത്താൻ എന്താണ് ചെയ്യുന്നത്? സാത്താൻ മനുഷ്യന്റെ ആത്മാവിനെ തന്റെ വശത്തേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് അവൻ യുദ്ധം ചെയ്യുന്നു. അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിനെ സാത്താന്റെ പക്ഷത്ത് നിർത്താൻ വേണ്ടി മനുഷ്യനെ അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോവുക, സാത്താൻ യുദ്ധം ചെയ്യുക. അല്ലേലൂയ. അപ്പം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുവാൻ സമ്മതിച്ചാൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന് അവൻ വിചാരിക്കുക. നിങ്ങളെ കണ്ട് ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിക്കുക സാത്താൻ. അങ്ങനെ ദൈവത്തിന് വിരോധമായി നിങ്ങളെ കണ്ട് പാപം ചെയ്യിക്കുമ്പോൾ സാത്താൻ മനസ്സിലാകും നിങ്ങളുടെ ഉള്ളിൽ അവന് വസിക്കാവുന്ന. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സാത്താന് വസിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സാത്താൻ നിന്റെ ജീവിതത്തിൽ തന്ത്രങ്ങൾ വരും. പലവിധമായ പാപ ഇച്ഛകളെ, ലോക ഉല്ലാസങ്ങളെ കാണിച്ചു തരും പിശാച്. ഹല്ലേലൂയ. സകലവും അനുഭവിക്കുക എന്നവൻ വിളിച്ചു പറയും. ഹല്ലേലൂയ. പലവിധമായ ഉല്ലാസങ്ങളും ഇച്ഛകളൊക്കെ കാണിച്ചു തന്നിട്ട് പിശാച് പറയും അനുഭവിച്ചോളാൻ പറയും. അതുകൊണ്ടാണ് ചില ജനങ്ങൾ ഞാൻ മുമ്പ് ആവർത്തി അടിച്ചുപൊളി ജീവിക്കണമെന്ന് പറയുന്നത്. അല്ലേ, അതെ, അടിച്ചുപൊളിച്ച് ജീവിച്ചോ. സാത്താൻ നിന്റെ വസിക്കാൻ നീ അവസരം വിട്ടുകൊടുത്താൽ നിന്നെ അവൻ നാനാവൃതമാക്കി കളയും. നിന്റെ ശരീരത്തിനകത്ത് മഹാവ്യാധികൾ പെരുകും, ശാപങ്ങൾ പെരുകും. രോഗബന്ധിതനായി നിനക്ക് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാത്ത നീറ്റലും പുകച്ചിലുമായിട്ട് നീ കഴിഞ്ഞു പോകും. അല്ലേ, ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പം ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ, ഹൃദയത്തിനകത്ത് ഭയങ്കര നീറ്റില്ല, ഭയങ്കര പുകച്ചില, അതിന് സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ നീറ്റില്, എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ പുകച്ചിൽ, എന്താണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തത്, മുഴുവൻ അസമാധാനമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ശരിയായ മറുപടി പറയാനില്ല. കാരണം പാപം ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം സാത്താൻ വസിക്കുവാൻ അവരുടെ ശരീരം വിട്ടുകൊടുത്തത് കൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് പുകച്ചിലും നീറ്റിലും അസമാധാനവുമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അസമാധാനവും പുകച്ചിലും നീറ്റിലും ഒക്കെ വരുന്നെങ്കിൽ ഓർത്തോണം, നിന്നിൽ പാപം വസിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവന് സമാധാനമായിരിക്കും എന്നും എപ്പോഴും രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സ്നേഹിത, പലവിധമായ പാപ ഇച്ഛകളെ എല്ലാ സമൂഹങ്ങളെ പിശാച് കാണിച്ച് സകലം അനുഭവിച്ചെന്ന് വിളിച്ചു പറയും. പാപം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ദൈവത്തിനും മധ്യയുള്ള ബന്ധം മുറിഞ്ഞു പോകും. അല്ലേരിയ. നിങ്ങളുടെ ഉള്ളിൽ പാപം കയറി കഴിഞ്ഞാൽ ദൈവം നിങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു പോകും, കൂട്ടായ്മ നഷ്ടപ്പെടും. അല്ലേരിയ. ഏതൻ തോട്ടത്തിൽ കൗശലക്കാനായിരിക്കുന്ന പാമ്പ്, അല്ലേരിയ, ഹവ്വയെ വശീകരിച്ച് ആദമിനെ വശീകരിച്ച് പ്രലോഭനം കൊടുത്ത് പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പാപം ചെയ്യുമ്പോൾ ദൈവമായുള്ള ബന്ധം മുറിഞ്ഞു പോകുകയാണ്. നീ പാപം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. നിന്റെ ജീവിതം തകരുകയാണ്. അതുകൊണ്ട് നിനക്ക് ലഭിച്ച സമയം നീ കള്ള് ഷാപ്പിൽ പോയി ഇരിക്കരുത് സഹോദര. നീ ബാറിനകത്ത് പോയി ഇരിക്കരുത്. നീ ബീവറേജിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കരുത്. നീ ജഡികമായ സ്ഥലങ്ങളിൽ നീ പോയി നിൽക്കരുത്. നീ വ്യഭിചാരത്തിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ദുഷ്കർമ്മത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. നീ ദുർനടപ്പിന് നീ വിട്ടുകൊടുക്കരുത്. അനാശ്വാസ ജീവിതം നയിക്കാൻ വേണ്ടി നീ ഒരുങ്ങരുത്. അങ്ങനെ നീ ചെയ്യുമ്പോൾ നീ ദൈവമായുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ട് പിശാചിന്റെ മേൽ ആധിപത്യം പുലർത്തുകയാണ്. അല്ലേല്. പിന്നെ നിനക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അല്ലേല്. നമ്മുടെ ജീവിത സമാധാനത്തിലേക്ക് വരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്നിറക്കണം. അല്ലേലിയ. ജീവിതത്തിൽ സമാധാനം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. അല്ലേലിയ. ഹാനോക്കിനെ കുറിച്ച് അധികം വചനങ്ങളൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ 21-25 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അല്ലേലിയ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അല്ലെങ്കിൽ മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം അല്ലെങ്കിൽ ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചത് കാണുന്നുണ്ട്. ആ മനുഷ്യന്റെ ജീവിതം എത്ര സമാധാനമായിരുന്നു, ആ മനുഷ്യന്റെ ജീവിതം എത്ര സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ദൈവമായി ഒന്നിച്ച് നടക്കുക, ഒന്ന് ജീവിക്കുക, ദൈവശബ്ദം കേട്ട് നടന്ന ഹാനോക്ക്. ഹല്ലേലൂയ. എന്നാൽ പാപം ചെയ്തു പോയ ആദമിന്റെ ഹവ്വയുടെ സ്ഥിതി എന്തായിരുന്നു?
ഹാനോക്കിന്റെ ജീവിതം എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹാനോക്കിന്റെ ജീവിതത്തിൽ, ഹാനോക്കത്തിന്റെ ഹൃദയത്തിനകത്ത് പുകച്ചിലില്ല, നീറ്റലില്ല, അസമാധാനമില്ല. ഹാനോക്കിന് ഇന്നും സന്തോഷം. കാരണം ദൈവമായുള്ള ബന്ധം മുറിയാതെ, കൂട്ടായ്മ മുറിയാതെ ദൈവത്തോട് ചേർന്ന് നടന്നവൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തിന്റെ കൂട്ടായ്മയുള്ള ബന്ധം നീ മുറിക്കരുത്. ദൈവമായുള്ള ബന്ധം നീ മുറിക്കരുത്. അത് നിനക്ക് ശാപമായി മാറും. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പം പിശാച് പലതും കാണിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാത്തവണ് യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ടെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയതെന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ അകൃത്യങ്ങളാണല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം പറയുന്നത്, ഇസ്രായേൽ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നു പോയി എന്നുള്ളത് 1 മുതൽ 15 വരെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദേശത്തെ അതിക്രമത്താലും ഭൂഷിക്കിനാലും ചതിയാലും നിറച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ വായിച്ചത്. എന്ത് ചെയ്തു? ദേശം മുഴുവൻ ഭോഷ്ക് കൊണ്ട്, അതിക്രമങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, ചതിവ് കൊണ്ട് നിറയപ്പെട്ടു. മനുഷ്യ ജീവിതം തകർന്നവരെ ദൈവത്തിന് അകറ്റി മാറ്റി. അതുകൊണ്ട് ലോകസുഖങ്ങളിലേക്ക് പോയ മനുഷ്യന്റെ ജീവിതം കണ്ണുനീരിന്റെ അനുഭവത്തിലായി മാറി. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവത്തിന്റെ മുഖം നിങ്ങൾക്ക് മറയ്ക്കുന്ന വിധത്തിലുള്ള പാപസ്വഭാവത്തിൽ നീ വീണു പോകരുത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിൽ നടക്കുന്ന യുദ്ധം പാപത്തിനും വിശുദ്ധിക്കും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ആത്മാവിൽ നടക്കുന്ന യുദ്ധം പാപത്തിനും വിശുദ്ധിക്കും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ഒരു ഭക്തൻ എല്ലാ സമയത്തും യുദ്ധത്തിനാണ്, ആത്മാവുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ആത്മാവിനോട് യുദ്ധം ചെയ്യുന്ന ആരാണ്? പാപമാണ്. നിങ്ങളുടെ ആത്മാവിനോട് യുദ്ധം ചെയ്യുന്ന ആരാണ്? സാത്താനാണ്. നിങ്ങളുടെ ആത്മാവിനോട് യുദ്ധം നടക്കുമ്പോൾ, നിങ്ങളുടെ വിശുദ്ധിക്ക് നേരെ യുദ്ധം നടക്കുമ്പോൾ, ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് നേരെ നിങ്ങളുടെ ഉള്ളിൽ യുദ്ധം നടക്കും. പിശാചി യുദ്ധം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മാവിൽ നടക്കുന്ന യുദ്ധം പാപത്തിനും വിശുദ്ധിക്കും തമ്മിൽ വിശുദ്ധിക്കും തമ്മിൽ ഇടയിൽ നടക്കുന്ന യുദ്ധമാണ്. സാത്താൻ എന്ത് ചെയ്യും? അശ്ലീലമായ കാഴ്ചകൾ കൊണ്ടത്തരും. സാത്താൻ അശ്ലീലമായ കാഴ്ചകൾ കൊണ്ടത്തരും. ഹല്ലേലൂയ. സിനിമകൾ, നൃത്തങ്ങൾ, ഉല്ലാസമോഹങ്ങൾ, മയക്കുമരുന്നുകൾ, ഇച്ഛകൾ, മന്ത്രവാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിശാച് കൊണ്ടത്തരും. നമുക്കറിയാം, അശ്ലീല ചിത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സകല മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് അശ്ലീലമായ ചിത്രങ്ങളുണ്ട്. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫേസ്ബുക്കുകൾ തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ അശ്ലീലമായ ചിത്രങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടെത്തന്ന് നിങ്ങളുടെ ജലത്തിന് ആനന്ദം തരുന്ന കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ പിശാച് കൊണ്ടെത്തരും. ഹല്ലേലൂയ. നിങ്ങളതിൽ വഴുതി വീഴരുത്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനവും വിശുദ്ധി പ്രാപിച്ച ദൈവത്തിന്റെ ജനവും വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞു നിൽക്കുന്ന ജനത്തെയും പിശാച് പാപത്തിൽ വീഴ്ത്തുന്നു. അശ്ലീലമായ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് അത് കാണുവാൻ തയ്യാറാകുന്നു. ഭവനത്തിൽ മാതാവും പിതാവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് മുമ്പിൽ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ടിവിയിൽ കാണുന്ന സകല പേക്കൂത്തുകളും സകല കോമാളി വേഷങ്ങളും സകല പാപങ്ങളും സകല അശ്ലീലങ്ങളും ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുക. വെറുക്കൂത്ത്. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ ക്യാൻസർ പിടിച്ചതുപോലെയായി മാറും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ആത്മാവിൽ പാപം വരുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ പാപം പ്രവേശിക്കുമ്പോൾ ക്യാൻസർ രോഗം പിടിച്ചതുപോലെ നിന്നെ ആ പാപം കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പാപത്തിന് വിധേയപ്പെട്ടു പോകരുത്. പാപത്തെ അനുസരിച്ച് നീ ജീവിക്കരുത്. പാപം നിന്റെ ജീവിതം നീക്കിക്കളയണം. വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്.
രക്തം ചെയ്യാം. പിന്നെ അശ്ലീല കാഴ്ചകൾ, സിനിമകൾ, നൃത്തം, ഉല്ലാസങ്ങൾ, മയക്കുമരുന്നുകൾ, മന്ത്രവാദങ്ങളൊക്കെ കൊണ്ടുത്തരും. അപ്പം ദൈവമക്കൾക്ക് വിരോധമായി പിശാച് പലതും കൊണ്ടുവരും. ദൈവമക്കൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി പിശാച് പലതും കാണിക്കും. അപ്പൊ നമുക്കറിയില്ലേ, നമ്മുടെ ഈ സിനിമാക്കാരൊക്കെ സിനിമയില്ലാഞ്ഞിട്ട് ഇപ്പം ദൈവമക്കളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക, ദൈവദാസന്മാരെ ദൈവമക്കളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ, വെള്ളവസ്ത്രധാരികളായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ദേശത്ത് വിശുദ്ധിയുടെ വിശുദ്ധിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ, ദൈവമായുള്ള ബന്ധത്തിൽ നിൽക്കും, കൂട്ടായ്മ നിൽക്കുമ്പോൾ, അവർക്കെതിരെ പരിഹാസത്തിന്റെ വീഡിയോകളുമായി, പരിഹാസത്തിന്റെ വേഷങ്ങളുമായി, പരിഹാസത്തിന്റെ ഒരുപാട് എപ്പിസോഡ് കോമഡികളുമായി സിനിമാ രംഗവും കോമഡി രംഗവും സീരിയലും വന്നു കഴിഞ്ഞു. അതിന്റെ ശാപം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ലേ? ദൈവമക്കളെയും ദൈവദാസന്മാരെയും കർത്താവിന്റെ ആത്മാവിനെയും ദൈവവചനത്തെയും ദൈവമക്കൾ കൊടുത്ത അഭിഷേകത്തെ അന്യഭാഷയെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്ത് അത് വിറ്റ് കാശാക്കുന്ന എല്ലാവരോടും പറഞ്ഞ, നിന്റെ കുടുംബത്തിൽ ശാപം മാറത്തില്ല, നിന്റെ ഭവനത്തിൽ ശാപം മാറത്തില്ല, തലമുറയുടെ ശാപം മാറത്തില്ല. നിന്റെ ജീവിതം അരാജകത്ത്, നിന്റെ ജീവിതം അധോഗതിയായി മാറും. നീ പാപത്തിൽ വസിച്ചുകൊണ്ട് നിന്റെ ജീവിതം തകരും, നിന്റെ ജീവിതം അസ്വസ്ഥമായി മാറും. നീ ഒരിക്കലും നേരായ പാതയിൽ പോകാതെ നിന്റെ ജീവിതത്തെ പിശാച് തകർത്തുകൊണ്ടിരിക്കും. ദൈവജനത്തെയും ദൈവമക്കളെയും ദൈവസഭയെ ഉപദ്രവിക്കുന്നവരെയും പറയട്ടെ, അത് നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. ദൈവമക്കളൊന്നും അലരിയ ദൈവസഭയൊന്നും ക്രൈസ്തവ സമൂഹത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന സകല ശക്തികളോടും സാത്താന്യ ശക്തികളോടും പറയട്ടെ, അവരെ വിറ്റ് നിങ്ങൾ കാശാക്കരുത്. അത് നിന്റെ ജീവിതത്തെ പാപമാണ്. ചിലരൊക്കെ കാണുന്നില്ലേ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവമക്കൾ പറയുന്ന അന്യഭാഷകളൊക്കെ അങ്ങോട്ട് കാണാതെ പഠിച്ചിട്ട് അതൊക്കെ സ്റ്റേജിലും കോമഡി സീനിലും ഒക്കെ വന്നിരുന്ന് അവതരിപ്പിച്ച് മനുഷ്യന്റെ കയ്യടി വാങ്ങുന്നത് കണ്ടിട്ടില്ലേ? കാശുകൾ സമ്പാദിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ചിലരുടെ പര്യവസാനം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ. അല്ലേ? ദൈവത്തോട് നിങ്ങൾ വെല്ലുവിളിക്കരുത്, ദൈവസഭയെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. നിങ്ങളുടെ ശരീരം വിശുദ്ധമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിന്റെ ശരീരത്തിനകത്ത് പാപം പ്രവേശിക്കാതെ, നിന്റെ ആത്മാവിനകത്ത് പാപം പ്രവേശിക്കാതെ ദൈവം നിന്നെ വിശുദ്ധിക്ക് വിളിച്ച് വേർതിരിച്ചാണ് തിരിച്ചറിവോടെ നീ വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുത്തരും, പിശാച് കൊണ്ടുത്തരും. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് നിത്യജീവനെ നൽകുന്നു. പിശാച് അശ്ലീലമായ കാഴ്ചകളും സിനിമകളും നൃത്തങ്ങളും ഉല്ലാസങ്ങളും മയക്കുമരുന്നുകളും ഇച്ഛകളും മന്ത്രവാദം തുടങ്ങിയ എല്ലാ പൈശാചിക്കും നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? പാപത്തെ തുടച്ചു മാറ്റിയിട്ട് പാപത്തിൽ നിന്നെ വിടിവിച്ച് നിന്നെ ശുദ്ധീകരിച്ച് നിത്യജീവൻ നൽകുകയാണ്. അപ്പം കർത്താവ് പാപത്തെയും സാത്താനെയും ജയിക്കുവാനായി തന്റെ രക്തത്തെ ഊറ്റിക്കൊടുത്തു. ഈ പാപത്തെയും സാത്താനെയും ജയിക്കാൻ വേണ്ടി യേശു തന്റെ രക്തത്തെ ഊറ്റിക്കൊടുത്തു. ദൈവവചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു, പ്രാർത്ഥനയുടെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. അതേ സ്നേഹിത, ദൈവം നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ടതെന്ന് പറയുന്നത്, അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഒഴുക്കിയത് നിന്നെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ, നിന്റെ ഉള്ളിൽ വിശുദ്ധിയുടെ പ്രമാണം തരാൻ വേണ്ടിയിട്ടാ ആ വചനം നിനക്ക് തന്നിരിക്കുന്നത്, പ്രാർത്ഥനയുടെ ജീവിതം തന്നിരിക്കുന്നത്. ഈ ഭൂമി നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതകാലം മുഴുവൻ ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ പാപത്തിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. പാപത്തിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ എന്തിനെ നീ കൂടുതലായി സ്നേഹിക്കുന്നു? ദൈവത്തെക്കാൾ എന്തിനെ നീ കൂടുതലായി സ്നേഹിക്കുന്നു? അത് പാപമാണ്. സൃഷ്ടാവായി ദൈവത്തെ മറന്ന് സൃഷ്ടിയുടെ പിന്നാലെ പോകുന്നത് പാപമാണ്. ഹല്ലേലൂയ. സൃഷ്ടാവായി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും, സൃഷ്ടമായി ദൈവത്തോട് കൂട്ടായ്മ ബന്ധം പുലർത്തുവാനും, സൃഷ്ടമായി ദൈവമായുള്ള ബന്ധം മുറിയാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന നാം ദൈവത്തിന് ബന്ധത്തിലേക്ക് മടങ്ങി വേണം. അപ്പൊ ഏതൊരു മനുഷ്യൻ താൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്നുവെന്ന വിചാരമില്ലാതെ ലോകമോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് തമാശ പറഞ്ഞ് വൃഥാ സമയം ചെലവാക്കി പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കുന്നുവോ, അവന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യനരകമാണ്. ചിലര് കാണത്തില്ലേ, പൊട്ടച്ചൊല്ലും കളിവാക്കും തമാശ വാക്കുകളും പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിച്ച് ചിരിച്ചു കളിച്ച് നടക്കുന്നവരുണ്ട്. അവന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തി.
ആത്മാവിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കുന്നവർക്ക് അല്ലേരിയ വരാൻ പോകുന്ന ആ വലിയ ന്യായവിധിയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്നെ കേൾക്കുന്ന പ്രശ്നം, സാത്താൻ നിങ്ങളെ എളുപ്പം തകർക്കാൻ വേണ്ടിയിട്ട് സകല തന്ത്രങ്ങളും മെനയും. സാത്താൻ നിങ്ങളെ എളുപ്പം തകർക്കാൻ വേണ്ടി എല്ലാം തന്ത്രങ്ങൾ മെനയും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കും നമ്മൾ കാണുന്നുണ്ട്, മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എന്തിനാ വരുന്നേ? മോഷ്ടിപ്പാനും അറുപ്പാനും പൊടിപ്പാനും. പിശാച് നിന്നെ സമീപിക്കുന്നത്? പിശാച് നിന്നോട് കൂട്ടുകൂടുന്നത്? പിശാച് നിനക്ക് പ്രലോഭനം തരുന്നത്? നിന്നെ മോഷ്ടിച്ച് അറുത്ത് മുടിക്കാൻ വേണ്ടിയാ. ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയാൻ വേണ്ടിയിട്ടാ. ഈ ലോകത്തിന്റെ ഇച്ഛകളും ആഗ്രഹവും മോഹങ്ങളും പ്രലോഭനങ്ങൾക്ക് തരുന്നത് എന്തിനാ? ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുവാൻ. ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതം വിശുദ്ധീകരിക്കണം. ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് നിത്യമായ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. പാപത്തിന് ശമ്പളം മരണം. അല്ലേരിയ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ ജോലിക്കും അതിൻ്റെതാ മാന്യതയുണ്ട്. മാന്യതയില്ലാത്ത ഒറ്റ ജോലിയുണ്ടെങ്കിൽ പാപം മാത്രമേ ഉള്ളൂ. അതിന് മാന്യതയില്ല, അതിന് അപമാനമാണ്, അതിന്റെ ശിഷ്ട ന്യായവിധിയാണ്. അവസാനം നിത്യ നരകത്തിൽ ചെന്ന് ചേരും. അല്ലേലിയ. ഉടനെ കേൾക്കുന്ന പ്രശ്നിക്കതാ മടങ്ങി വരണം. അതുകൊണ്ടാകുന്ന വേദപുസ്തകം ഈ പ്രകാരം മുന്നറിയിപ്പ് നൽകുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നെന്ന് യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1:14-15 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേരിയ. പാപത്തിന്റെ ശമ്പളം മരണം. അല്ലേരിയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുന്നു ആദ്യം വായിച്ചത്. അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മോഹങ്ങളെ നിങ്ങൾ തകർത്ത് കളയണം. നിങ്ങൾക്കുള്ളിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ നിങ്ങൾ തകർത്ത് കളയണം. പാപ സ്വഭാവത്തെ തകർത്ത് കളയണം. ജീവിതത്തെ നിന്നെ നശിപ്പിക്കുന്ന ദൈവമുള്ള കൂട്ടായ്മ നിന്നെ അകറ്റിക്കളയുന്ന എല്ലാ ജഡിക ഇച്ഛകളെ നീ നീക്കിക്കളയണം. അല്ലേരിയ. യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുക്കണം. അല്ലേരിയ. വചനം നിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിറയപ്പെടണം. അല്ലേരിയ. ദൈവത്തുള്ള കൂട്ടായ്മ നീ ഉറച്ചു നിൽക്കണം. അല്ലേരിയ. ദൈവമൊക്കെയുള്ള കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കണം. അല്ലേരിയ. നിന്റെ മനസ്സും ശരീരവും വിശുദ്ധി പ്രാപിക്കണം. നിന്റെ കണ്ണുകളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. നിന്റെ വാക്കുകളിൽ, നിന്റെ നാവിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. നിന്റെ കേൾവിയിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലേരിയ. യേശു നിങ്ങളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ലോകത്തിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. സാത്താന്റെ കീഴിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. നീ ദൈവത്തിന്റെ മകനാണ് പ്രിയ സഹോദര. നീ ദൈവത്തിന്റെ മകളാണ് പ്രിയ സഹോദരി. നിന്നെ ഉപേക്ഷിച്ച് കളയുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നിന്നെ തകർത്ത് കളയാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അവൻ കർത്താവായ യേശുക്കുള്ള നിത്യജീവനെ തന്ന നിത്യതയിൽ നിനക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം അവിടെ നീ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനം, വലിയൊരു സ്തോത്രം, 1-ാം അധ്യായം 7 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേരിയ. അപ്പം പാപത്തിന് ശുദ്ധീകരണം യേശുവിന്റെ രക്തത്തിലൂടെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകലൊരു മടങ്ങി വരവ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ അപമാനകരമായ ആ ജോലി, അപമാനകരമായ പ്രവൃത്തി നീ വിട്ട്, അല്ലേരിയ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നീ വീട് പോകാതെ മാന്യതയോടെ ജീവിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനെ സമർപ്പിച്ചു കൊടുക്ക. ഇന്ന് ഈ സമയം വരെ, ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് പരിഹാരമില്ലാതെ ഹൃദയം നീറ്റിലാണെങ്കിൽ, മനസ്സ് നോവുകയാണെങ്കിൽ, അല്ലേലൂയ, സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ, ഇപ്പൊ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിനക്ക് യേശുവിനോട് പറയാമോ, യേശുവേ, എന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ, എന്റെ ജീവിതത്തിന്റെ അതിക്രമങ്ങൾ, എന്റെ ജീവിതത്തിലെ ദോഷവശങ്ങൾ, എനിക്ക് സമാധാനമില്ല, ഹൃദയം നീറുകയാണ്, പുകയാണ്, അസ്വസ്ഥതയാണ്, ഞാനതിൽ വിടുതൽ പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ചെടുത്ത മകനായി മകളാക്കി മാറ്റി ആ നിത്യജീവനെ എനിക്ക് നൽകണമെന്ന് യേശുവിന്റെ പരം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കർത്താവ് 3 കോടിയിലധികം 3 കോടിയിലെ ജനത്തിനായി തലമുറകൾക്കായി എണ്ണത്തിൽ പ്രാപ്ത ഉന്നതസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടി ജനം, 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തളവിയുടെ ശൈശവത്തിലും ബാല്യത്തെ കൗമാരി യൗവനത്തിലും വാക്ക് നിരാനുഭവത്തിലെ യാചകർ ഓർഫനേജിൽ ഓൾഡൻ ജുവൽ തടവറയിലായിരിക്കുന്നവർക്കായി കർത്താവിന് വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ രാജാക്കന്മാർ രാജ്ഞമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസികൾ ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ ജനത്തെ ഓർത്ത് പ്രാർത്ഥി തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും സന്ദർശിക്കണമേ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടന മത നേതാക്കന്മാരെ ദൈവം സന്ദർശിക്കണമേ. ഭരണവിധി വിഷയങ്ങൾ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്കുമരുന്ന് പാൻസരഗിരിപതാക സകല ചൂതാട്ടം ചെടിക്ക് വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമർ കൈക്കൂലി കൊള്ളക്കാരും രഞ്ജിതക പൊഴുത്തിപ്പുകാരും എല്ലാ മോഷ്ടാക്കളെ എല്ലാ കർത്താവ് ഹീനമായ ജീവിതം നയിക്കുന്നവരെല്ലാം ദൈവം സന്ദർശിക്കണമേ. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കും വാഹനം യാത്ര ചെയ്യും വാഹനം നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വതന്ത്രം കർത്താവ് രംഗത്ത് കൺസ്ട്രക്ഷൻ മെക്കാനിക് മോട്ടോർ രംഗത്ത് ജോലി ചെയ്യുന്നവർ എല്ലാ ടൈൽസ് സർവീസിനെയും കർത്താവ് എല്ലാ യൂണിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സമുദ്രതീരങ്ങളിൽ ജീവിക്കുന്ന കടലോരവാസികൾ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ അല്ലേലിയ കനികളും കമ്പനികളും ഫാക്ടറി ജോലി വരും ചെറുതും വ്യാപാരികൾ വ്യവസായികളെ എല്ലാ വഴിയോര കച്ചവടക്കാരെയും ആമേ സയൻസ് എഞ്ചിനീയർമാർ കർത്താവ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയ്ക്ക് എല്ലാ സഹകരണ പൊതുമേഖല സാമ്പത്തിക മേഖലയിലായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദേശത്ത് വിദേശം പഠിക്കുന്ന കുഞ്ഞ് ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി വിദേശത്ത് കഷ്ട സഹിക്കുന്നവർ വേദന പീഡ അനുഭവിക്കുന്നവർ വിസ നഷ്ടപ്പെട്ട് ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്നവർ നാട്ടിലേക്ക് കിടന്നു ഭാരം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥി ജനത്തിന് മടങ്ങിവരും മാനസാന്തം കൊണ്ട് സകല അശുദ്ധിയും വിട്ട് സകല ദുഷ്കർമ്മം വിട്ട് മടങ്ങി പോകുന്ന വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് ശമ്പളമായി മരണത്തിന് ജനം വിടിവിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രഭാവമോ നമ്മുടെ കർത്താവ് യേശുവിൻ നിത്യജീവൻ തന്നെ മാത്രം വായിച്ചുപോലെ അനുഭവത്തിൽ ജനം മടങ്ങി വരുവാൻ ഈ ജനം മനസ്സാം തലമുറകൾ നശിച്ചു പോകട്ടെ ആകരുതേ. തലമുറ ദൈവം സൂക്ഷിക്കണമേ. ഇന്ന് പകൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. അശ്ലീലമായ കാര്യങ്ങളിലേക്ക് കർത്താവ് പിശാചിലേക്ക് ജനം കടന്നു പോകാതെ ദൈവത്തോട് ചേർന്ന കൂട്ടായ്മയിൽ നിൽക്കുവാനും ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർത്ത് ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവകൃപ കൂട്ടിക്കണമേ. ഇവിടെ സഹിക്കുന്ന ദൈവദാസിദാസന്മാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് സമാധാന സന്തോഷം എത്ര മോചിതരായിത്തീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ വിശുദ്ധിക്കായി പ്രാർത്ഥിക്കുകയാണ്. പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന ഭാര്യപരമായ രംഗത്തിൽക്കായി അതിർത്തി കാക്കുന്ന കരസേന വ്യോമ നാവികസേനയ്ക്കായി ജുഡീഷ്യൽ വകുപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖല വിശുദ്ധിക്കണം നയിക്കണമേ. സകല മുഖത്തോടെ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.